കുട്ടിക്കാലത്തേ എനിക്ക് അഭിനേത്രി ആവണമെന്ന് ഒരു മോഹം, വളരെ കുട്ടിക്കാലം. പിന്നെയാണ് മോനിഷത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എൻ്റെ ഒരു മിറർ, ഒരു റിഫ്ലക്ഷൻ, അവിടെ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡായി. അപ്പോൾ അവസാനം മോനിഷയ്ക്ക് അറിയാം എനിക്ക് ഏറ്റവും ജാസ്തി എനിക്കാണ് കൂടുതൽ താല്പര്യം. അവിടെ എപ്പോഴും പറയും അമ്മയുടെ ആറ്റിറ്റ്യൂഡും അമ്മയുടെ PR വർക്കാണ് ബെസ്റ്റ് സിനിമയ്ക്ക് എൻ്റെ എല്ലാം. അമ്മനെ എന്ന് ഞാൻ നിർത്തുന്നോ അന്ന് അമ്മ തുടങ്ങിക്കോളണം കേട്ടോ. അതും പറഞ്ഞു എന്ന് ഞാൻ നിർത്തുന്നോ അന്ന് അമ്മ അഭിനയം തുടങ്ങണം എന്നോട് പറഞ്ഞു തന്നിട്ടില്ലതാ. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഓർക്കും. അപ്പോൾ ശരിയാണ്. അപ്പോൾ ആ ഒരു ശാസനയും കൂടി തന്നതല്ലേ ഇങ്ങനെ അഭിനയിക്കണം. പിന്നെ എനിക്കിത് കുട്ടിക്കാലമൊക്കെ അച്ഛൻ്റെ അമ്മയുടെ പിന്നാലെ നടന്ന് എന്നെ ഒന്ന് സിനിമയിൽ വിടു പറഞ്ഞിട്ട് അന്ന് അമ്മ പറഞ്ഞു നീ വലിയ കുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് അവളെ നീ സിനിമയ്ക്ക് വിടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു എൻ്റെ അമ്മ ചാലഞ്ച് ചെയ്തു. മോളെ അഭിനയിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു അമ്മേ മോനോ സിനിമയ്ക്ക് പോകണുണ്ട്. അപ്പ എന്നോട് പറഞ്ഞു അത് അവളെ അച്ഛൻ തീർച്ചയാക്കിയതല്ല, അതെനിക്ക് വിരോധമില്ല. അപ്പൊ അത് ആ ക്രെഡിറ്റ് മുഴുവൻ അച്ഛന് കൊടുത്തു. ഇതാണ് നമ്മുടെയൊക്കെ. എനിക്ക് പണ്ടേ വലിയ മോഹം തന്നെയായിരുന്നു. പത്മിനി, വൈജയന്തിമാല, ഇവർ രണ്ടുപേരുമാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വൈജയന്തിമാല തന്നെയാണ് ഇന്നും. കാരണം അവരുടെ ഡാൻസ് അവർ ഈ പ്രായത്തിൽ അവർ ഡാൻസ് ചെയ്യുന്നു. 90 വയസ്സ് 98 വയസ്സൊക്കെ ഇടും. അത്രയും അവർ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആർട്ടിസ്റ്റ് അല്ലേ ജന്മം മുഴുവൻ. ഞാനൊരു 5-6 വയസ്സ് മുതൽക്കേ ഇവരെങ്ങനെ ആരാധിച്ച് വരുന്ന ആളാണ്. അത് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. 32 years, 32 കൊല്ലം. 32 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയും കൂടി മനീഷ വെച്ചിട്ട് ഒരു AI പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ട് പറ്റില്ല. അതൊരു കല്യാണം നടത്തുന്ന മാതിരിയാണ് AI മനുഷ്യരെ. അമ്മ പറഞ്ഞു അത് മാത്രം ചെയ്യണ്ട, ബാക്കി എന്ത് വേണം ചെയ്തോ, നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നാണ് അവർ പറയുന്നത്. ഒരു കല്യാണ പെണ്ണായിട്ട് എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട്, മോളെ പറ്റിയിട്ടുള്ള ഇൻ്റർവ്യൂസ് കണ്ടിട്ട് അതിലൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു കമേഴ്ഷ്യൽ സൈഡിലായതുകൊണ്ട് മോൻ പറഞ്ഞത് പറ്റില്ല. കാരണം നമുക്ക് ഈ കമേഴ്ഷ്യൽ പരിപാടി പണ്ടും ഉണ്ടായിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു ഭ്രമം അല്ലേ ഈ ഒരു അഭിനയം, അത് ഇതൊക്കെ. ഒരുപാട് വീഡിയോസ് മനുഷ്യന് ഫുള്ളായിട്ട് വെച്ചില്ല. യൂസഫ് എന്ന് പറഞ്ഞ ആളുടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിലുണ്ട് മനുഷ്യരെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ സംസാരിക്കണതും അതൊക്കെ ആയിട്ടുണ്ട് അതിൽ. ഇൻസ്റ്റയിലുണ്ട് യൂസഫ്. അയാൾക്ക് വളരെ കേമായിട്ട് അത് മോനൊക്കെ ഭയങ്കര തൃപ്തിയായി. അതൊരു ജസ്റ്റ് വൺസ് വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ഹെർ. അത് അതിശയം തോന്നുന്നു നമ്മൾ സംസാരിക്കണ കണ്ടത്. ചില ആർട്ടിസ്റ്റ് അങ്ങനെയാണല്ലേ, മലയാളം ഉള്ളിടത്തോളം കാലം ആ പേര് നിലനിൽക്കും. അതെ അല്ലേ, എത്ര പേര് അതിന് ശേഷം വന്നു പോയി. അയ്യോ ഇവരിപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ ചെറുപ്പക്കാരാണ് ഇത് എടുക്കാൻ വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്തത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും ഇങ്ങനെ ഞങ്ങളൊരു മലയാളിത്തുള്ള ഒരു മലയാളി ആക്ട്രസ് ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കാണട്ടെ. ജീവൻ ഈ പ്രായത്തിൽ കല്യാണമാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുക ഇതെന്താ ഈശ്വര ഇങ്ങനെ എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ. എത്ര ഞാൻ പിടിച്ച് നിൽക്കുമ്പോഴും ഇപ്പോഴും എല്ലാവരും വരുമ്പോഴേ മനുഷ്യയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതേമാതിരി നൊമ്പരമാണ് അല്ലേ. അങ്ങനെ